മറ്റൊരു കിടിലം എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് എവിടെയാണ് ബെസി? നമ്മളിപ്പോൾ പനമ്പള്ളി നഗറിലാണ് നിൽക്കുന്നത്. യെസ്, നമ്മൾ കഴിഞ്ഞ വീക്ക് പാർക്കിലൊക്കെയാണ് കറങ്ങിയത്. പക്ഷെ നമ്മൾ അതിന്റെ ചുറ്റുവട്ടാരമുള്ള കുറെ ബ്യൂട്ടിഫുൾ പ്ലേസസ് ഉണ്ട്, അതൊക്കെയാണ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോവാണ് അല്ലേ? അതെ അതെ. സോ നമുക്ക് തുടങ്ങാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് എപ്പിസോഡ് ഓഫ് ഗോസിപ്പ്. ഗോസിപ്പ്. മതി ന്യൂസ് പറ. അതെ, ഒരു പണി കൈ തന്നിട്ട് ന്യൂസ് പറയാൻ പറയാം, കുഴപ്പമില്ല, നമ്മൾ കടുമയായതുകൊണ്ട് പോവാം. അല്ല, നമ്മൾ പൊതുവേ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ആർട്ടിസ്റ്റുകളൊക്കെ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ പുറത്തിറങ്ങാറ് കുറവായിരിക്കും. നീ എന്നെ കൈ ചൂണ്ടി കാണിക്കണ്ട, മേക്കപ്പ് ഇല്ലാതെ ആരും പുറത്തിറങ്ങാറില്ല. പക്ഷേ ബോളിവുഡ് അങ്ങനെയല്ല. ബോളിവുഡിൽ നമ്മുടെ ഇപ്പം എക്സാമ്പിൾ നോക്കുക, നമ്മുടെ പ്രിയങ്ക ചോപ്ര, ശില്പ ഷെട്ടി, കത്രീന കൈഫ്, കരീന കപൂറൊക്കെ നോക്കുകയാണെങ്കിൽ മേക്കപ്പ് ഇല്ലാതെ ലൈക്ക് ബേസിക് ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് കണ്ണെഴുതാതെ സഹിതം പുറത്തു പോകാറുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ എന്താണെന്ന് അതാണ് ആങ്കർ മേക്കപ്പ് ചെയ്യുന്നതാണ്. മേ ബി അവർ പറയുന്നതായിരിക്കും എന്താണ് ഇപ്പം ചേച്ചി എടുത്തോ, അവർ ചിലപ്പോൾ പറയുന്നുണ്ടായിരിക്കാം എന്താണ് ഞങ്ങൾ മേക്കപ്പ് ഇല്ലെങ്കിലും സുന്ദരികളാണ് എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി അങ്ങനെ സിമ്പിളായിട്ട് നടക്കുന്നത്. ഇവിടുത്തെ ആർട്ടിസ്റ്റുകളൊക്കെ എടുക്കുകയാണെങ്കിൽ പേടിയായിരിക്കും, നമ്മൾ മേക്കപ്പ് ഇല്ലാതെ വന്നാൽ ആൾക്കാർ നമ്മളെ തിരിച്ചറിയുമോ, അങ്ങനത്തെ പേടി കൊണ്ടായിരിക്കാം എടുക്കാത്തത്. മേക്കപ്പിലല്ല കാര്യം എന്നാണ് അവർ പ്രൂവ് ചെയ്യിപ്പിക്കുന്നത്. ഇതേപോലെ മേ ബി ഇനി മലയാളം ഇൻഡസ്ട്രിയിലാണെങ്കിൽ തമിഴ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ ആർട്ടിസ്റ്റുകൾ അങ്ങനെ പുറത്തിറങ്ങുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അവരുടെ ഗട്സിന് വേണ്ടി നമുക്ക് നല്ലൊരു സോങ് കണ്ടാലോ, അവർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം. ഇത് കുടിച്ച് നമുക്ക് നല്ലൊരു സോങ് വേണ്ട, നമുക്ക് സോങ് കാണാം. മെസ്സി, നമ്മുടെ താരസുന്ദരി നമ്മുടെ തപ്സി പാനു അല്ലേ? ഓ, തപ്സി പാനു, അതായത് നമ്മുടെ ആരംഭത്തിലേക്ക് ആ ഒരു മണ്ട നായിക പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. ഭയങ്കര ക്യൂട്ടാണ് കാണാൻ. പുള്ളിക്കാരത്തെ നമ്മുടെ താരങ്ങളെന്നും അല്ല, പ്രണയ ജോഡികൾ എന്നും പറയുന്നില്ല, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ഡെൻമാർക്കിലുള്ള നമ്മുടെ ഒരു മത്യാസ് ബോയ് എന്നാണ് പുള്ളിക്കാരൻ്റെ പേര്. പുള്ളിക്കാരൻ ഡെൻമാർക്കിലാണ്. പുള്ളിക്കാരൻ ആക്ച്വലി ബാഡ്മിന്റൺ താരമാണ്. ഇന്ത്യൻ ഇവിടെ ലീഗിൽ വെച്ചിട്ടാണ്, ബാഡ്മിന്റൺ ലീഗിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും പരിചയപ്പെടുന്നത്. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത്തെ കാണാൻ വേണ്ടി മുംബൈയിലോട്ട് വരും. ഡെൻമാർക്കിൽ നിന്ന് പുള്ളിക്കാരത്തെ കാണാൻ വേണ്ടി മാത്രം വരും, മുംബൈയിലേക്ക് വരും. പക്ഷെ ഇപ്പം കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഷാദി.com ഇപ്പൊ പടം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. തപ്സി പാനുവാണ് ലീഡ് ക്യാരക്ടർ ചെയ്യുന്നത്. ആ ഫിലിമിന്റെ ലൊക്കേഷനിലാണ് ഇപ്പൊ പുള്ളിക്കാരൻ വരുന്നത്. അതായത് പോയി ലൊക്കേഷനിൽ വരെ ബന്ധം എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇതിനെ കുറിച്ച് നമ്മൾ തപ്സിയോട് ചോദിച്ചപ്പോൾ തപ്സി പറയാണ് നോ വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ് യുനോ എന്നൊക്കെ പറയുന്നത്. ഇല്ല, ആക്ച്വലി എല്ലാ താരങ്ങളുടെ എസ്കേപ്പിസം എന്ന് പറയുന്നത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഒരിക്കലും നമ്മുടെ ദീപിക പദുക്കോൺ രൺവീർ സിംഗ് പറഞ്ഞിട്ടില്ല എന്താണ് ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ് എന്നുള്ള പറയുന്നില്ല. വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ് യുനോ, വെരി ഗുഡ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാറുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്. പക്ഷേ ലവ് എന്ന ഓപ്പൺ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഓപ്പൺ ആയിട്ട് അടിക്കാൻ പ്രയാസമായിരിക്കും. അതിന്റെ ഒരു നല്ലൊരു സൈൻ അവരുടെ വേർഡ് എന്ന് പറയുന്നത് ഗുഡ് ഫ്രണ്ട്സ് എന്നാണ് അവരുടെ വേർഡ്. ഓക്കെ, വി ആർ ജസ്റ്റ് ഗുഡ് ഫ്രണ്ട്സ്. ഓക്കെ, എന്തായാലും ഈ സമയത്ത് നല്ലൊരു സോങ് കണ്ടാലോ? നല്ലൊരു സോങ്. സോ ഡു ചെക്ക് ഔട്ട് ആൻഡ് കം റൈറ്റ് ബാക്ക്. നമ്മുടെ ഷാഹിദ് കപൂർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ അറിയാലോ, ഇതിനു മുമ്പത്തെ ഫിലിം മറ്റേ ഫടാ പോസ്റ്റർ നിഖില ഹീറോ, അതിൽ നമ്മുടെ സല്ലുബായിന്റെ, അതായത് ദബാങ്ങിലെ സല്ലുബായിന്റെ ക്യാരക്ടർ എന്താണോ അതിന്റെ ഒരു ഫാനായിട്ടാണ് അതേ മോഡല് ആണ് അതിന്റെ പുള്ളിക്കാരൻ അഭിനയിച്ചത്. അതായത് അതേ സ്റ്റൈല്, സൽമാൻ ഖാൻ സ്റ്റൈലും മൊസലും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ റോളാണ് അഭിനയിച്ചത്. അപ്പൊ പെട്ടെന്ന് തന്നെ പുതിയൊരു ഫിലിം പുള്ളിക്കാരന് വരുന്നുണ്ട്. ആ ഫിലിമിന്റെ പേര് ഹൈദർ എന്നാണ് പടത്തിന്റെ പേര്. അതിന്റെ പോസ്റ്റർ തന്നെ കാണാം, നമുക്കിത് ഞെട്ടിക്കുന്ന പോസ്റ്റർ. ഷാഹിദ് തന്നെയാണോ എന്ന് എല്ലാവർക്കും ഡൗട്ടായി പോകും. കാരണം ഒരു ഹോളിവുഡ് ലുക്കിലാണ്, പക്കാ ഹോളിവുഡിൽ ഒരു വില്ലൻ വേഷത്തിലാണ് പുള്ളിക്കാരൻ ഇതിൽ വരുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഹീറോ എന്ന് തന്നെ പറയാം ബോളിവുഡില്. പുള്ളിക്കാരാണ് പെട്ടെന്ന് തന്നെ ഇത് ചേഞ്ച് ആയി ഒരു വില്ലൻ ലുക്കില് ഹോളിവുഡ് ഒരു സ്റ്റൈലിലൊക്കെ തന്നെ വൺ ഗെറ്റപ്പ് ആയിട്ടാണ് ഈ ഫിലിമിൽ വന്നിരിക്കുന്നത്. ഇതിന് ഫസ്റ്റ് ഒരു പോസ്റ്റർ, ഫസ്റ്റ് ലുക്കാണ് വന്നത്. ഫസ്റ്റ് ലുക്ക് തന്നെ ബോളിവുഡിന് അങ്ങ് നെറ്റിച്ചു കഴിഞ്ഞു. ബിക്കോസ് ഇത്രയ്ക്കുള്ള ചേഞ്ച് ആരും എക്സ്പെക്ട് ചെയ്യാത്തത് ഫ്രം നമ്മുടെ ഷാഹിദ് കപൂറിന്. ഈ പടത്തിലെ ഹീറോ എന്ന് പറയുന്നത് ആരാണ്?
നമ്മുടെ ശ്രദ്ധ കപൂർ അതിന്റെ ഹീറോയിൻ. ആൻഡ് ഇതിൽ നമ്മുടെ തബു അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട്. നമ്മുടെ വില്യം ഷേക്സ്പിയറിന്റെ ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അത് ഹാംലെറ്റ് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഉള്ളതാണ്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഫിലിം. ഫുൾ ഓഫ് നമ്മുടെ കാശ്മീർ പശ്ചാത്തലവും. ബിക്കോസ് അതൊരു ആസ്പദമാക്കി നമ്മുടെ ഇതാണ് ഫുൾ കവറേജ്. ലൈക്ക് ഒരു ചെറിയൊരു ടച്ചൊക്കെ ആ ഹാംലെറ്റോടെ ഉള്ളൂ. പക്ഷെ മൊത്തം ഈ പണ്ടത്തെ കാശ്മീരും ഇപ്പോഴത്തെ കാശ്മീരും ആ ഒരു സ്റ്റോറിയാണ് ഇതിന്റെ പശ്ചാത്തലം. അതെ, അതാണ് ഇതിലെ അതാണ് ഇവന് വിചാരം വലിയ ഷാഹിദ് കപൂർ. നിർത്തിക്കോ. ഓക്കെ, എന്തായാലും നമുക്ക് ഹൈദർ എന്ന പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ബിക്കോസ് ഒരുപാട് ചേഞ്ചസ് നമുക്ക് കാണുന്നുണ്ട്. നമ്മൾ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ നോക്കുകയാണെങ്കിൽ എല്ലാവരും ലുക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, നമ്മുടെ ഇമ്രാൻ ഹഷ്മിയ ലുക്ക് മാറ്റുന്നത്, ഇപ്പൊ നമ്മുടെ ഷാഹിദ് കപൂർ ലുക്ക് മാറ്റുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറെ ചേഞ്ചസ് നമുക്ക് എന്തായാലും നമ്മുടെ ബോളിവുഡ് ഇൻഡസ്ട്രിയിൽ ഉണ്ടാവും. ഈ ഹൈദർ ഇറങ്ങിയിട്ട് വേണം എനിക്ക് ആ ലുക്ക് എന്താണെന്ന് നോക്കാം. ഇത് പരീക്ഷിക്കാനായിരിക്കും. വേണ്ട, എന്തായാലും ഈ സമയത്ത് നല്ലൊരു സോങ് കാണാം.